എറണാകുളം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. കിണർ ഇടിച്ചു തുടങ്ങിയിട്ടുണ്ട്. 10 വയസ്സോളം പ്രായമുള്ള കാട്ടാനയാണ് വടക്കുംഭാഗം സ്വദേശി വർഗീസിന്റെ കിണറ്റിൽ വീണത്. കാട്ടാന ശല്യം പ്രദേശത്ത് സ്ഥിരമാണെന്ന് ആരോപിച്ച് നാട്ടുകാർ അവിടെ പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ബിനിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നുണ്ട്. ബിനിൽ, ഇപ്പോഴും ആന കിണറ്റിനുള്ളിൽ തന്നെയാണ്. നല്ല താഴ്ചയുണ്ട് കിണറിന്. എങ്ങനെയാണ് ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ? എന്താണ് ആക്ഷൻ പ്ലാൻ? ആര്യ, ആനയെ കിണറ്റിന് പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിന് ഇപ്പോൾ ഒരു തടസ്സം നേരിട്ടിരിക്കുകയാണ്. കോതമംഗലം MLA ആന്റണി ജോൺ സ്ഥലത്തെത്തി ഈ ആനയെ കിണറ്റിന് പുറത്തെത്തിക്കാനുള്ള ശ്രമം നിർത്തിവെക്കാൻ ഉറപ്പ് ഈ വീട്ടുകാർക്കും നൽകണം എന്നതാണ് MLA ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ ഇതിന് ഏതാണ്ട് 1.5 കിലോമീറ്റർ അപ്പുറത്താണ് 1 വർഷം മുൻപ് സമാനമായ രീതിയിൽ കിണറ്റിൽ ആന വീണത്. അവിടെ MLA അടക്കം വന്ന് ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ പിരിഞ്ഞു പോവുകയും ആനയെ കയറ്റിക്കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ആനയെ കയറ്റിക്കൊണ്ടുപോയി കിണറിന് വലിയ നാശം സംഭവിച്ചു. പക്ഷേ ആ കിണർ നന്നാക്കിയെടുക്കാൻ പിന്നീട് വർഷങ്ങൾ വേണ്ടി വന്നു. അതുകൊണ്ട് അത്തരത്തിൽ ഒരു ഉറപ്പ് നൽകിയാൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് ഇപ്പോൾ MLA എത്തി ആ തർക്കത്തിലേക്ക് പോവുകയായിരുന്നു. അതേ തുടർന്ന് ഇപ്പോൾ JCB നേരത്തെ ആ കിണർ ഇടിക്കുന്ന ജോലികൾ തുടങ്ങിയെങ്കിൽ ഇപ്പോൾ അത് നിർത്തിവെച്ചിരിക്കുകയാണ്. DFO അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. MLAയും DFOയും മറ്റ് ഉദ്യോഗസ്ഥരുമായി ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് വരിക. എന്തായാലും ആനയെ പുറത്തെത്തിക്കുന്നതിന് ഇപ്പോൾ ഒരു തടസ്സമുണ്ടായിരിക്കുകയാണ്. നേരത്തെ വീട്ടുകാരും പഞ്ചായത്ത് അധികൃതരും ഒക്കെ തന്നെ സംസാരിച്ച് ഒരു ധാരണയിലെത്തിയിരുന്നു. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ നാളെ 1 ലക്ഷം രൂപ ഈ വർഗീസിന് നൽകാമെന്നായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത്. അതിന് തുടർന്നാണ് ഈ ആനയെ ഈ കിണറ്റിൽ നിന്ന് കയറ്റിക്കൊണ്ടുപോകാൻ അവർ സമ്മതിച്ചത്. പക്ഷേ അപ്പോഴും നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ടായിരുന്നു. കാരണം മുൻപ് സംഭവിച്ചത് തന്നെ നിങ്ങൾക്ക് സംഭവിക്കും എന്ന് വർഗീസിനെയും കുടുംബത്തെയും ജനങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ സമയത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം എത്തി വനംവകുപ്പിൻ്റെയും ഒക്കെ തന്നെ സഹായത്തോടെ JCB എത്തിച്ച് അവിടെ നിന്ന് ആനയെ കയറ്റിക്കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങളിലേക്ക് കടന്നിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കോതമംഗലം MLA ആന്റണി ജോൺ സ്ഥലത്തെത്തുകയും ഈ ജോലികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വളരെ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിനകത്ത് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ കാര്യത്തിനകത്ത് ഒരു കൃത്യമായ ഉറപ്പ് ലഭിക്കാതെ ഇവിടെ ഈ ആനയോട് കയറ്റിക്കൊണ്ടുപോകാൻ ഒരു അനുകൂലമായ നിലപാട് ഞങ്ങളാരും സ്വീകരിക്കില്ല. വളരെ കൃത്യതയോടുകൂടി തന്നെ പറയുകയാണ്, നിലവിൽ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള വർക്കിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു തീരുമാനം ജനങ്ങളോട് പറഞ്ഞാൽ മാത്രമേ തുടർ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സമ്മതിക്കുകയുള്ളൂ. അത് ആലോചിക്കേണ്ടത് അവര് തന്നെയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. 1 വർഷക്കാലം മുമ്പ് തൊട്ടപ്പുറത്ത് മുട്ടത്തുപാറയിൽ ഇതുപോലെ സംഭവം ഉണ്ടായി. അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഘട്ടത്തിലും അതിനകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളോട് ഉത്തരം പറയേണ്ടത് ജനപ്രതിനിധികളായ ഞങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഇനി ഇവിടെ അനുവദിക്കാൻ സാധിക്കുകയില്ല. ഈ കാര്യത്തിനകത്ത് കൃത്യമായ ഒരു നിലപാട് വേണം. എന്ന് ഈ ഫെൻസിങ്ങിന്റെ വർക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള കൃത്യമായ ഉറപ്പ് ലഭിക്കാതെ ആനയെ കയറ്റിക്കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. നേരത്തെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിനുശേഷം ചർച്ച നടത്തി പരിഹരിച്ചതിന് ശേഷമാണ് ഈ വനംവകുപ്പ് ഇത്തരം പ്രവർത്തനത്തിലേക്ക് കടന്നത്. അത് വീണ്ടും തടസ്സപ്പെടുത്തുക അല്ല, പ്രവൃത്തി തടസ്സപ്പെടുത്തുകയല്ല. ഞാൻ ചോദിച്ചൊരു പ്രവൃത്തി തടസ്സപ്പെടുത്തുകയല്ല. ഇവിടെ MLA എന്നുള്ള നിലയിൽ ഞാൻ കൂടി താല്പര്യം എടുത്തിട്ടാണല്ലോ പദ്ധതി വരുന്നത്. ആ പദ്ധതിയുടെ തുടർച്ചയിലുള്ള പ്രവർത്തനങ്ങളിൽ കൃത്യമായ അതിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോൾ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയിരുന്നു. അങ്ങനെ പെടുത്തുമ്പോഴും ഈ വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ ആ നിലയിലുള്ള സമീപനമല്ല, അതിനോട് അനുകൂല സമീപനമല്ല സ്വീകരിച്ചത്. അവരിത് എന്തെങ്കിലും നടക്കുമ്പോൾ നടക്കട്ടെ എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ചില ഉദ്യോഗസ്ഥരോട് നിലപാട് സ്വീകരിക്കുന്നത്. ആ കാര്യത്തിനകത്താണ് എനിക്ക് പ്രതിഷേധമുള്ളത്. വനംവകുപ്പിന് വീഴ്ചയ്ക്കല്ല, ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കൃത്യമായി ഇടപെടുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഫെൻസിംഗ് അടക്കമുള്ള പ്രതിരോധ സംവിധാനം ഊർജിതമാക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ എന്തൊക്കെയാണ് ഇവിടെ തടസ്സമായിട്ട് വന്നിരിക്കുന്നത്? എന്തൊക്കെയാണ് തടസ്സം എന്നുള്ളത് അവർ തന്നെയാണ് പറയേണ്ടത്. ഇവിടെ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, 3.25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു വലിയ വർക്കാണ്. അത് ഡബിൾ ലൈൻ ഹാങ്ങിങ് ഫെൻസിങ് ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരത്തിലാണ്. ഇപ്പം അതിന്റെ വർക്ക് നടക്കുന്നത് അവിടെ ആരംഭ ഭാഗത്ത് പിണ്ടിമന പഞ്ചായത്തിന് കുറച്ച് പ്രദേശത്താണ് വർക്ക് നടക്കുന്നത്. ഈ കോട്ടപ്പടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വർക്ക് ആരംഭിക്കാനുള്ളൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല.
ആ കാര്യത്തിനകത്ത് ഒരു കൃത്യത വേണമെന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടുന്നത്. എന്താണ് തടസ്സമെന്ന് അവരാണ് പറയേണ്ടത്. എന്താണ് തടസ്സമെന്ന് ഞാനല്ല പറയേണ്ടത്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ധനസഹായം ഒക്കെ അതിനകത്തൊന്നും എനിക്ക് തർക്കമില്ല. ഇതിനു മുമ്പും ധനസഹായം കൊടുത്തിട്ടുണ്ട്. അത് വളരെ താല്പര്യത്തോടെ തന്നെയാണ് കൊടുത്തത്. അതിനുശേഷം അവിടെ കിണർ കൊണ്ടു കൊടുത്തു. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നിലവിൽ ചർച്ചയ്ക്ക് സാധ്യത ഈ നിമിഷം DFO ഇവിടെ ഉണ്ട്. DFO ആയിട്ട് DFO പറയുന്നതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ചർച്ച നടത്തണമെന്നുള്ളതാണ് ആവശ്യം. അത് DFOയോട് പറഞ്ഞിട്ടുണ്ട്. DFOയ്ക്ക് അറിയാം. ഈ ആനയെ വീണ്ടും കയറ്റിവിട്ടാൽ ഇവിടെ ആൾക്കാരുടെ ജീവന ഭീഷണിയാണ്. ഞാൻ പറഞ്ഞല്ലോ സുഹൃത്ത്, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് വസ്തുത അറിയാതെ പ്രതികരിക്കുന്നതുമല്ല. പക്ഷേ സർക്കാർ താല്പര്യമെടുത്ത് അത്ര കോടിക്കണക്കിന് രൂപയുടെ ഒരു വർക്ക് ഇവിടെ കൊണ്ടുവരുമ്പോൾ അതുകൊണ്ടെല്ലാം പൂർണ്ണമായി എന്നല്ല ഞാൻ പറയുന്നത്. അത് വലിയ തോതിൽ ജനങ്ങൾക്ക് ആശ്വാസമാണ്. പക്ഷേ ആ വർക്ക് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിനകത്ത് അതിന് നേതൃത്വപരമായി പങ്കുവഹിക്കേണ്ട ഉദ്യോഗസ്ഥർ കാര്യം ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് എനിക്ക്.